നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടിക MLA ഗീതാ ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് പെരിങ്ങോട്ടുകര മൂന്നുംകുടി സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. കാൽ നൂറ്റാണ്ടിന്റെ ആവേശം കൈവിടാതെ പെരിഞ്ഞനം RMVHS വോളിബോൾ ടീം. തൃശൂർ അതിരൂപതയ്ക്ക് നേരെ നടക്കുന്ന അവഹേളനങ്ങൾക്കെതിരെ പ്രതിഷേധം നടന്നു. വാർത്തകൾ വിശദമായി. നാട്ടിക MLA ഗീതാ ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് പെരിങ്ങോട്ടുകര മൂന്നുംകുടി സെന്ററിൽ പോലീസ് ഔട്ട് പോസ്റ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. 2 ടേമുകളിൽ നമ്മുടെ ഈ മണ്ഡലത്തെ പ്രദാനം ചെയ്ത ഒരു MLA എന്ന നിലയിൽ ഗീതയെപ്പറ്റി, ഗീതയുടെ പ്രവർത്തനത്തെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐതിഹാസികമായ വിജയത്തോടുകൂടി ഗീത വീണ്ടും ഇവിടെ MLA ആയി തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാനതിന് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഗീതയുടെ 5 വർഷക്കാലത്തെ ഈ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഓഫീസ് നമ്മളിവിടെ കണ്ടെത്തി. മൂന്നുംകുടി സെൻറ്റർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വരാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു ഓഫീസ് നമുക്കിന്ന് ലഭ്യമായിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഈ ഓഫീസിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടതായി ഞാനിവിടെ അറിയിക്കുകയാണ്. MLA ഓഫീസ് എന്ന് പറയുമ്പോൾ അതൊരു ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ പാർട്ടിയുടെ ഓഫീസായിട്ടല്ല നമ്മൾ പരിഗണിക്കുന്നത്. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തവരോ ചെയ്യാത്തവരോ ഒന്നും ഇവിടെ വേർതിരിവില്ലാതെ എല്ലാ തരത്തിലുമുള്ള ജനവിഭാഗങ്ങൾക്കും അവിടെ ഏതാവശ്യത്തിനും ഏത് സമയത്തും കടന്നു വരാനുള്ള തുറന്നിട്ട വാതിലായിരിക്കും ഈ ഓഫീസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM ചേർപ്പ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ദിനകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി PV സദാനന്ദൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് രോഗികൾക്കായി നൽകുന്ന വാക്കർ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ കൈമാറി. CPI ഊരകം ലോക്കൽ സെക്രട്ടറി വാക്കർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ്, അവണങ്ങാട്ടിൽ കളരി AU രഘുരാമൻ പണിക്കർ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, UK ഗോപാലൻ എന്നിവർ സംസാരിച്ചു. എല്ലാ വിഷയങ്ങളും എല്ലാ പ്രശ്നങ്ങളും എനിക്ക് നടത്താൻ കഴിയും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ മണ്ഡലത്തിന്റെ പ്രതിനിധിയെ നിങ്ങൾ നെഞ്ചിലേറ്റിയ എന്നെ അന്ന് ചെയ്തു വെച്ച നമ്മുടെ വികസന പ്രവർത്തനങ്ങളും ഈ നാടിന്റെ പൊതു സാമൂഹ്യ വികസനത്തിൽ ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ ഈ ക്യാമ്പ് ഓഫീസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് പോകണം. കാൽ നൂറ്റാണ്ടിന്റെ ആവേശം കൈവിടാതെ പെരിഞ്ഞനം RMVHS വോളിബോൾ ടീം. കാലം മാറിയിട്ടും ആവേശം ഒട്ടും ചോരാതെ കാൽ നൂറ്റാണ്ടായി വോളിബോളിനോടുള്ള സ്നേഹം നെഞ്ചിലേറ്റി മുന്നേറുകയാണ് പെരിഞ്ഞനം RMVHS വോളിബോൾ ടീം. മണപ്പുറത്തിന്റെ കായിക പാരമ്പര്യത്തെ നെഞ്ചോട് ചേർത്ത് 25 വർഷം മുൻപ് ആരംഭിച്ച ഈ കൂട്ടായ്മ ഇന്നും അതേ ആത്മാർത്ഥതയോടെ തുടരുകയാണ്. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8:30 വരെ പെരിഞ്ഞനം RMVHS സ്കൂൾ ഗ്രൗണ്ടാണ് ഇവരുടെ സംഗമവേദി. മഴയോ വെയിലോ തിരക്കേറിയ ജോലിയോ ഒന്നും ഇവരുടെ പതിവ് മുടക്കാറില്ല. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന അംഗങ്ങൾ വോളിബോൾ കളിച്ച ശേഷമാണ് ഓരോരുത്തരും തങ്ങളുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഏകദേശം 25 കൊല്ലമായിട്ട് പൂർവികന്മാർ തുടങ്ങിയിട്ട് കളിയുണ്ടാവും. ഞങ്ങളിപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി ഒരു 6 മണിക്ക് വന്ന് ഗ്രൗണ്ടിൽ വന്ന് ഏകദേശം ഒരു 8:30 വരെ നിൽക്കും. 25 വർഷത്തോളം ഏകദേശമായിട്ടുണ്ട്. ഏകദേശം ഒരു 25 വർഷമായി നമ്മുടെ പൂർവികന്മാർ ചെയ്തു വെച്ച നടത്തിക്കൊണ്ടുപോകുന്ന ഒരു കളിയാണ് വോളിബോൾ കളി ഈ RMH ഗ്രൗണ്ടിൽ. അത് ഞങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 10 വർഷത്തോളമായി എന്നും രാവിലെ ഒരു 6:30 കളി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. 6 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്നിട്ട് പോരും. 8-8:30 വരെ ഞങ്ങൾ കളിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ജോലിക്ക് പോകും. ഞങ്ങൾ സ്ഥിരമായിട്ട് എത്ര വലിയ മഹാമാരി വന്നാലും എന്തു വന്നാലും ഞങ്ങൾ ഈ കളി എന്നൊരു സംഭവം ഞങ്ങൾ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. ഞങ്ങളൊരു വലിയൊരു കൂട്ടായ്മ ഇതിൻ്റെ ബാക്കിലുണ്ട്. ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ കളിയിൽ ഞങ്ങൾ ഭയങ്കര ശത്രുക്കളാണ്. കളി കഴിഞ്ഞാൽ ഞങ്ങൾ മിത്രങ്ങളാണ്. എല്ലാ പൊതുകാര്യങ്ങൾക്കും ഞങ്ങൾ നല്ല ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്ന ആളുകളാണ്.
40 വയസ്സിന് മുകളിൽ പ്രായമുള്ള 50ഓളം പേരാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ളത്. നിലവിൽ ബിജീഷിന്റെ നേതൃത്വത്തിൽ 20ഓളം പേർ സ്ഥിരമായി കളിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രായം വെറും സംഖ്യ മാത്രമാണെന്ന് തെളിയിക്കുന്ന ആവേശത്തോടെയും കൂട്ടായ്മയുടെ കരുത്തോടെയും ഇവർ കോർട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു. കളി മാത്രമല്ല, സാമൂഹിക ഉത്തരവാദിത്തങ്ങളിലും ഈ കൂട്ടായ്മ സജീവമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് വോളിബോൾ ടീം മാതൃകയായത്. കായികരംഗത്തെ കൂട്ടായ്മകൾ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ പകരാൻ കഴിയുമെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. സൗഹൃദവും ആരോഗ്യ സംരക്ഷണവും കായിക സംസ്കാരവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കൂട്ടായ്മ പെരിഞ്ഞനത്തിൻ്റെ കായിക ചരിത്രത്തിലെ അഭിമാന അധ്യായമായി തുടരുകയാണ്. 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും കളിയുടെ ആവേശം ഒട്ടും ചോരാതെ പുതിയ തലമുറയ്ക്കും പ്രചോദനമാകുന്ന മാതൃകയാണ് RMVHS വോളിബോൾ ടീം. ജൂബിലി ആശുപത്രി, അമല ആശുപത്രി സമരവുമായി ബന്ധപ്പെട്ട് തൃശൂർ അതിരൂപതയെയും അധ്യക്ഷനെയും സഭാ നേതൃത്വത്തെയും സമൂഹത്തിൽ അവഹേളിക്കുന്നവർക്കെതിരെ തൃപ്രയാർ താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പിള്ളി, കൈക്കാരന്മാർ, കേന്ദ്ര സമിതി, വിവിധ സംഘടനകൾ, കുടുംബ കൂട്ടായ്മകളും വിശ്വാസ പരിശീലന അധ്യാപകരും സംയുക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ചിറക് എന്ന പേരിൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ ചടങ്ങ് അന്തിക്കാട് GLPS ഹാളിൽ ചേർന്നു. നാട്ടിക MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ, സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട്, ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ ടീച്ചർ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക ടീച്ചർ, TB മായ എന്നിവർ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പുലിയടത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ടീച്ചർ, വാർഡ് മെമ്പർമാരായ മിജി ലോനപ്പൻ, AV ശ്രീവത്സൻ, ശാലിനി സന്ദീപ്, സിമി ജോജു, ബിജു അണ്ടയഴത്ത്, രാധാചന്ദ്രൻ, സ്വാഗത് KB, രാജീവ് സുകുമാരൻ, റഹ്മത്ത് ഷമീർ, CPM പ്രതിനിധി KV രാജേഷ്, CPI പ്രതിനിധി സജീഷ് കൂട്ടാല, കോൺഗ്രസ് പ്രതിനിധി KB രാജീവ്, BJP പ്രതിനിധി രാഗി പ്രദീപ്, IUML പ്രതിനിധി ഉസ്മാൻ എടയാടി, പഞ്ചായത്ത് സെക്രട്ടറി ശോഭ O എന്നിവർ സംസാരിച്ചു. ഈ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ പൗരാവലിയും ഈ അവാർഡ് ദാനത്തിന് അർഹരായ എൻ്റെ പ്രിയ വിദ്യാർത്ഥികളും വളരെയധികം കഠിനമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ വിജയം നമ്മുടെ പ്രചോദനം നൽകാൻ ഗ്രാമപഞ്ചായത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഷൈജു ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള വ്യക്തിത്വങ്ങളോട് ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. ഞാൻ നീട്ടുന്നില്ല. നമ്മുടെ മണ്ഡലത്തിന്റെ MLA പ്രവർത്തനങ്ങൾ ഏകോപിച്ചു പോകുന്നതിന് വേണ്ടി തൃശൂർ ജൂബിലി ഹോസ്പിറ്റലിലും തൃശൂർ അമല ഹോസ്പിറ്റലിലും UNAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന്റെ മറവിൽ തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും അവഹേളിക്കുന്നതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുമെന്ന് പഴുവിൽ ഫൊറോന പ്രതിഷേധ കൂട്ടായ്മ. തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് സെന്റ് ജൂഡ് ദേവാലയ പരിസരത്ത് ചേർന്ന പ്രതിഷേധ യോഗത്തിൽ ഫൊറോന വികാരി ഫാദർ ജോബ് വടക്കൻ അധ്യക്ഷനായി. തൃശൂർ അതിരൂപതയുടെ പാസ്റ്ററൽ കൗൺസിൽ മുൻ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തി. പഴുവിൽ ഫൊറോന കൗൺസിൽ സെക്രട്ടറി ആന്റണി AA ആമുഖ പ്രഭാഷണം നടത്തി. തൃപ്രയാർ നാട്ടിക ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പിള്ളി, പഴുവിൽ സെന്റ് ആന്റണീസ് മിഷൻ ഹോസ്പിറ്റൽ മാനേജർ റെസിസ്റ്റർ മേഴ്സിറ്റ, ഫൊറോന കുടുംബ കൂട്ടായ്മ കൺവീനർ വിൻസെന്റ് CC, ഫൊറോന കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ എന്നിവർ സംസാരിച്ചു. പാസ്റ്ററൽ കൗൺസിൽ അംഗം പൈലി ആന്റണി, നാട്ടിക സെന്റ് ജൂഡ് പള്ളി കൈക്കാരന്മാരായ റോബിൻസൺ CJ, സോണി C ആന്റണി, അലൻ ആന്റണി, റോബിൻ CJ, സോബി C ആന്റണി, ബീന ആൻഡ്രൂസ്, പഴുവിൽ ഫൊറോനയിലെ വിവിധ ഇടവകയിലെ കൈക്കാരന്മാർ, സംഘടനാ ഭാരവാഹികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂലൈ 12 തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിരോധ സംഗമം വൻ വിജയമാക്കാൻ തീരുമാനിച്ചു. തൃശൂർ അതിരൂപതയിലെ 220 ഇടവകകളിലും ഈ ഫെബ്രുവരി 5 ഇന്നേ ദിവസം
തൃശ്ശൂർ ജൂബിലി അമല ആശുപത്രികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരത്തിലെ തെറ്റായ പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുന്നതിനും അതിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നതിനും ഒപ്പം തൃശ്ശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും വിശ്വാസി സമൂഹത്തെയും നിരന്തരം വാർത്താ മാധ്യമങ്ങളോട് ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ശക്തികൾക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ലക്ഷ്യമായിട്ട് നാം കാണുന്നത്. കെ കരുണാകരൻ ജന്മദിനാചരണവും അനുസ്മരണവും നടത്തി. മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ കെ കരുണാകരൻ ജന്മദിനാചരണവും അനുസ്മരണവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ജന്മദിനാചരണവും അനുസ്മരണ പരിപാടിയും ഉദ്ഘാടനം ചെയ്തു. ലീഡർ എന്ന് പറയാതെ കെ കരുണാകരനെ കുറിച്ച് നമുക്കൊന്നും തന്നെ തുടങ്ങാനാകും. ലീഡർ എന്നത് ഒരു ഇംഗ്ലീഷ് പദമാണ്. എന്നാൽ ഞാനും നിങ്ങളും, നമ്മൾ കോൺഗ്രസ്സുകാരും, നമ്മൾ മലയാളികളും ലീഡർ എന്ന് വിളിച്ച് ലീഡർ എന്ന ഇംഗ്ലീഷ് പദത്തെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ മലയാളമാക്കി മാറ്റി. കെ കരുണാകരനെ ലീഡർ എന്ന് വിളിച്ച ഇത്രയേറെ ആത്മാർത്ഥതയോടെയും ഇത്രയേറെ ആളുകളും മണികളും വേറൊരു നേതാവിനെയും ലീഡർ എന്ന് വിളിച്ചിട്ടുണ്ടാകും. ഇച്ഛാശക്തിയും ആർജവും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു മിടുക്ക്, കഴിവ്, അത് നമ്മളെല്ലാവരെയും തീർച്ചയായും വിസ്മയപ്പെടുത്തുന്നതായിരുന്നു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി VR വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ CG അജിത് കുമാർ, VD സന്ദീപ്, PK നന്ദനൻ, CS മണികണ്ഠൻ, മധു അന്തിക്കാട്ട്, മണികണ്ഠൻ CK എന്നിവർ സംസാരിച്ചു. ഷോല മഹേഷ്, സുബില പ്രസാദ്, അജിത് ചേർത്തേടത്ത്, രാജീവ് അരയമ്പറമ്പിൽ, ജയരാജൻ MV, അംബിക രാമചന്ദ്രൻ, രാജൻ കുരുടിയാറ, പ്രസന്നൻ, ശ്രീദേവി ചെമ്പിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വലപ്പാട് ബീച്ചിൽ തൂലിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച തൂലിക സെന്റർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. തൂലിക പ്രസിഡന്റ് ജയപ്രകാശ് വളവത്ത് അധ്യക്ഷനായി. 1ാം വാർഡ് മെമ്പർ ജിഷ സജീഷ്, വൈസ് പ്രസിഡന്റ് ജ്യോതിബാസ് വിക്രഞ്ചേരി, സെക്രട്ടറി സുരേഷ് മണക്കാട്ടുപടി, ട്രഷറർ ഘോഷ് വിക്രഞ്ചേരി, പ്രിൻസ് നെടിയിരിപ്പിൽ, സുർജിത്ത് വിക്രഞ്ചേരി, ജിജീഷ് വിക്രഞ്ചേരി, ഷിജിൽ കാഞ്ഞിരപ്പറമ്പിൽ, ഷൈനി ഷാജി, ജിത അജിത് രാജ്, കനക ജ്യോതിപാലൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പൊതുവായ ഉത്തരവാദിത്തങ്ങളാണ് ആ ഒരു ലൈബ്രറിക്കകത്തോ അല്ലെങ്കിൽ ആ ഒരു സാംസ്കാരിക നിലയത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഞങ്ങളുടെ പ്രവർത്തനം. അത് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കും കൂടിയുള്ളതാണ്. അവരെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ കാത്തിരിപ്പ് കേന്ദ്രം. ഇതൊരു കാത്തിരിപ്പ് കേന്ദ്രം മാത്രമല്ല, ഇത് തൂലികയിൽ നിന്നും വന്ന ഒരു സിഗ്നേച്ചറാണ്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. എന്താ നടക്കുന്നേ? സൂപ്പർ ഡീൽസ്, സൂപ്പർ സെയിൽ, 50% വരെ ഓഫറുകൾ. ജൂലൈ 9 മുതൽ 12 വരെ മാത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡുകൾ ഇപ്പോൾ അതിശയകരമായ വിലക്കുറവിൽ. കുറഞ്ഞ വില, കൂടുതൽ സന്തോഷം. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ.
Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തൃശൂർ അതിരൂപതയ്ക്ക് നേരെ നടക്കുന്ന അവഹേളനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് വലപ്പാട് ഇടവക. തൃശൂർ അതിരൂപതയ്ക്കും അതിരൂപതാധ്യക്ഷനും നേർക്ക് നിരന്തരം നടത്തുന്ന അവഹേളനങ്ങൾക്കെതിരെ വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ പ്രതിഷേധ ദിനം ആചരിക്കുകയും പ്രതിഷേധ യോഗം ചേരുകയും ചെയ്തു. പ്രതിഷേധ യോഗത്തിൽ വലപ്പാട് ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിൽ അധ്യക്ഷനായിരുന്നു. പഴുവിൽ ഫൊറോന കൗൺസിൽ സെക്രട്ടറിയും തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗവുമായ ആന്റണി എ മുഖ്യ പ്രഭാഷണം നടത്തി. കാർമൽ കോൺവെന്റ് മദർ സിസ്റ്റർ കൊച്ചു തെരേസ്യ, കാർമൽ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റിൻസി, വലപ്പാട് പള്ളി കൈക്കാരന്മാരായ ജോൺ ANP, ജിജോ ജോസ് എലുവത്തിങ്കൽ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ജെയിംസ് CA, പ്രതിനിധി യോഗം സെക്രട്ടറി ക്ലിൻസ് പോൾസൺ, വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ ലീന ബെൽസൺ എന്നിവർ നേതൃത്വം നൽകി. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU നാട്ടിയ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പാസ്സായ യൂണിയൻ അംഗങ്ങളുടെ മക്കൾക്ക് മൊമൻറ്റോയും ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. പ്രസിഡന്റ് ED രാജേഷ്, സെക്രട്ടറി സുധീഷ് TS, ട്രഷറർ അനസ് KA, മറ്റ് അംഗങ്ങളായ ജ്യോതി MG, അഭിലാഷ് PK, ഷാജഹാൻ PA, പ്രദീപ് VV, അഭിലാഷ് PA, സുവിൻ VK, നിതീഷ് KV, സുബിൻ PS, ദിഷി CV എന്നിവർ പങ്കെടുത്തു. കത്തോലിക്ക സഭ നേരിടുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി പുത്തൻപീടിക കത്തോലിക്ക കോൺഗ്രസിൻ്റെയും കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെയും നേതൃത്വത്തിൽ മതപരിവർത്തന നിയമം, FCRA നിയമം, സഭയുടെ ആതുര ശുശ്രൂഷ സ്ഥാപനങ്ങൾക്കെതിരെ അനാവശ്യമായി നടത്തുന്ന സമരങ്ങൾ എന്നിവ മൂലം സഭ നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തി. ഇടവക വികാരി ഫാദർ റാഫേൽ മുത്തുപീടിക, അസിസ്റ്റന്റ് വികാരി ഫാദർ ബിബിൻ പടന്നമാക്കൽ, നടത്തുകൈക്കാരൻ ആന്റണി AO, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ ആൻഡോ തൊറയൻ, പോൾ PA, വർഗീസ് KA, ജെസ്സി വർഗീസ്, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി ഭാരവാഹികളായ ഷാജു ഡേവിഡ്, വിൻസെന്റ്, CC ലിസി ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. മാനസ ചികിത്സാ സഹായ സമിതിയുടെ ആദ്യ സഹായധനം ഏറ്റുവാങ്ങൽ നടത്തി. താന്യം പഞ്ചായത്ത് വാർഡ് 17 കല്ലയിൽ ഭൂഷണന്റെ മകൾ മാനസയുടെ കിഡ്നി മാറ്റിവെക്കുന്നതിന് സഹായ സമിതി പ്രവർത്തനം ആരംഭിച്ചു. മാനസയുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് ഇയാനി സത്യൻ മകൻ സുദേവ് 1 ലക്ഷം രൂപ ഗീതാഗോപി MLAക്ക് കൈമാറി. ചടങ്ങിൽ താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, ബ്ലോക്ക് മെമ്പർ MV സുരേഷ്, വാർഡ് മെമ്പർ മിനി ചന്ദ്രൻ, സഹായ സമിതി ചെയർമാൻ നിസാർ കുമ്മങ്കണ്ടത്ത്, ട്രഷറർ മനോഹരൻ, മാനസയുടെ കുടുംബം, നാട്ടുകാർ, ചെമ്മാപ്പള്ളി കോൺവെന്റിലെ സന്യാസിനികൾ എന്നിവർ പങ്കെടുത്തു. മാനസയെ സഹായിക്കുന്നതിനായി എല്ലാ മനുഷ്യ സ്നേഹികളുടെയും സഹായ സഹകരണങ്ങൾ ചികിത്സാ സഹായ സമിതി അഭ്യർത്ഥിച്ചു. വടക്കുമറി പെരിങ്ങോട്ടുകര ചെമ്മാപ്പള്ളി അസുഖം വൃക്ക തകരാർ ഡയാലിസിസ് എന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള സർജറിക്കും അതിനായി ഡൊണേഷൻ നൽകുന്നതിന് വേണ്ടി സുദേവേട്ടൻ ഇയാനി നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽ അഡ്ലസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ അങ്കമാലിയിലാണ് മാനസ അഡ്മിറ്റ് ചെയ്യേണ്ടതും തുടർ ചികിത്സകളും നടത്തേണ്ടത്. തൻ്റെ പ്രസവത്തിന് ശേഷം 2 കിഡ്നി നഷ്ടപ്പെട്ട് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയ നമ്മുടെ സഹോദരി മാനസ. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അമ്മയുടെയും അനിയത്തിയുടെയും ഭർത്താവിൻ്റെയും സംരക്ഷണയിലാണ് മാനസ ഇപ്പോൾ കൊച്ചുമോനുമായിട്ട് ജീവിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് മാനസയുടെ ചികിത്സയ്ക്ക് വേണ്ടി സുദേവേട്ടൻ എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ, ഞാൻ എൻ്റെ സ്വന്തം വാക്കിൽ പറയുകയാണെങ്കിൽ
കണ്ണിലുണ്ണിയായ സുദേവേട്ടൻ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 25 ലക്ഷം രൂപയാണ് സുദേവേട്ടൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മാനസിക ചികിത്സയ്ക്കായി നൽകുന്നത്. തുടർന്ന് ഈ നാടും ഈ ഗ്രാമം ഞങ്ങളെല്ലാവരും മാനസികൊപ്പമുണ്ട്. സിസ്റ്റർമാരും സറാഫിക് കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് അടക്കം ഇവിടെ സന്നിധരാണ്. എല്ലാവരുടെയും കനിവോടും എല്ലാവരുടെ പ്രാർത്ഥനയും മാനസയുടെ തുടർ ചികിത്സയ്ക്കായിട്ട് 2 കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വിധേയമാവുകയാണ്. മാനസയുടെ അമ്മയാണ് കിഡ്നി ഡോണറായിട്ട് വന്നിട്ടുള്ളത്. അവരുടെ എല്ലാ ചികിത്സകളും അവരുടെ എല്ലാ ക്രോസ് മാച്ചിങ് എല്ലാം തന്നെ ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. മാനസിക്ക് ഒട്ടും പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നും വേണ്ട. സുദേവേട്ടൻ്റെ സാന്നിധ്യത്തിൽ ഈ പ്രദേശത്തിൻ്റെ തന്നെ സുദേവേട്ടൻ ഇയാൻ എന്ന് പറയുന്ന കുടുംബാംഗം മാനസിക്ക് വേണ്ടി ഇന്ന് ഈ സാമ്പത്തിക സഹായം നിങ്ങളെ സാക്ഷി നിർത്തിയാണ് ഇവിടെ നൽകുന്നത്. ഭൂഷൺ എൻ്റെ സഹപാഠിയാണ്. ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ 4ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം കുട്ടിക്ക് വന്നതോടുകൂടിയിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടൊരു വിഷമമായി. അപ്പോൾ പിന്നെ കുട്ടീനെ സഹായിക്കുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ഞാനിപ്പോൾ ഈ കുട്ടിയുടെ ചികിത്സയായിട്ട് 1 ലക്ഷം രൂപയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഞാനിപ്പോൾ ഒരു പ്രവാസി ആയതുകൊണ്ടും എൻ്റെ പ്രവാസി പല സുഹൃത്തുക്കളോടും ഇതിനെ പറ്റിയിട്ട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാലും മാക്സിമം എനിക്ക് കഴിയാവുന്ന കൂടുതൽ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് കൂടിയിട്ട് ഞാൻ അറിയിക്കുകയാണ്. കാഞ്ഞിരച്ചുവട് CPM ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. ഭാസ്കരൻ പുഴക്കടവിലിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ താന്യം വടക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CP ജോസ് ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മായ TB, CDS ചെയർപേഴ്സൺ പ്രജിഷ രതീഷ്, ജയേന്ദ്ര ഭാസ്കരൻ, ബ്രാഞ്ച് സെക്രട്ടറി സോമശേഖരൻ PG, രഞ്ജിനി രതീഷ്, സുധീഷ് തൃപ്രയാർ, രവി കണ്ണാറ എന്നിവർ സംസാരിച്ചു. കുടുംബമാകെ രക്ഷിതാക്കളും കുട്ടികളും നല്ലതുപോലെ പരിശ്രമിച്ചിട്ടാണ് നമ്മൾ ഈ മികച്ച വിജയം നേടിയെടുത്തിട്ടുള്ളത്. ഈ മികച്ച വിജയത്തിൽ നിന്ന് നമ്മുടെ പ്രായത്തിൻ്റെ സവിശേഷത അനുസരിച്ച് ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ് അല്ലേ. +2 കഴിഞ്ഞാൽ ഡിഗ്രി, SLC കഴിഞ്ഞാൽ +1 +2. അപ്പോൾ ആ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച ഒരു ചെറിയ പഠനം നമ്മുടെ മനസ്സിൽ നടത്തുന്നുണ്ടാവും. നമുക്ക് ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത്, ഏത് കോഴ്സിനാണ് തുടർന്ന് ചേരേണ്ടത്, നമുക്ക് ആ കോഴ്സിന് ചേരുമ്പോൾ നമുക്ക് ഗുണപ്രദമായ, നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഗുണപ്രദവും ഫലപ്രദവുമായ കോഴ്സുകൾ ഏതാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ ചെറിയ ഒരു നിരീക്ഷണവും പഠനവും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ടാവും. നമ്മുടെ രക്ഷിതാക്കൾ നല്ലതുപോലെ നടത്തുന്നുണ്ടാവും. കാലവർഷത്തിൽ കരുതലായി മഴക്കുപ്പായം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പേരുമാറ്റിയ കേന്ദ്ര സർക്കാർ നടപടി അപലപനീയമാണെന്നും ഗാന്ധിജിയെ തിരസ്കരിക്കാനുള്ള സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണിതെന്നും AICC സെക്രട്ടറി TN പ്രതാപൻ മുൻ MP ആരോപിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വലപ്പാട് ഡിവിഷനിലെ തൊഴിലാളികൾക്ക് ഡിവിഷൻ മെമ്പർ ഷാമില സലീം നൽകുന്ന സൗജന്യ മഴക്കോട്ട് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതാപൻ. ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില സലീം അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, മെമ്പർമാരായ ഇർഷാദ് K ചേറ്റുവ, ഷോല മഹേഷ്, ഹസീന താജുദ്ദീൻ, DCC ഭാരവാഹികളായ K ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ, നാട്ടിയ മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, MA സലീം, വാർഡ് മെമ്പർമാരായ PA ഷഹർബാൻ, നിസീമ ബഷീർ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മെയ്ജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് നമ്മളെല്ലാവരും വിളിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയിലെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലാണ്. ഇപ്പൊ പുതിയ അക്ഷരങ്ങൾ വന്നു. പറയാൻ തന്നെ കിട്ടാത്ത രീതിയിലുള്ള, പറയാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ വന്നു. പണ്ടൊന്നും ഈ തൊഴിലുറപ്പ് പദ്ധതി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു, MLA ഒക്കെ ആയിരുന്നു. ഒന്നും തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പൊ കൊടി പിടിക്കുന്നവർക്കും അറിയില്ല, കൊടി പിടിപ്പിക്കുന്നവർക്കും അറിയില്ല. സോണിയാഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അവര് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു.
ഇന്ത്യയിലെ ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ കീഴിലുള്ള ഗവൺമെന്റിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. റോഡിലെ വെള്ളക്കെട്ടിൽ കുളിച്ചും വഞ്ചി ഇറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിച്ചും യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. കയ്പമംഗലം ചെളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാ ദുരിതത്തിനെതിരെ നാട്ടുകാർ സംഘടിപ്പിച്ച സമരമാണ് ശ്രദ്ധേയമായത്. കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചത്. കുഴിയെടുത്ത ഭാഗം പിന്നീട് GSP ഇട്ട് മൂടിയിരുന്നു. എന്നാൽ മഴ ശക്തമായതോടെ കുഴിച്ച ഭാഗം തോടിന് സമാനമായി മാറുകയും റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതിനാൽ മഴവെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇതിനിടെ പൈപ്പ് പൊട്ടി ശുദ്ധജലവും പാഴാകുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് കുളമായി മാറിയതോടെ ഇതുവഴിയുള്ള യാത്ര അതീവ ദുരിതപൂർണമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രോഗികൾ, പ്രായമായവർ ഉൾപ്പെടെ ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. വാഹനങ്ങൾ അപകട ഭീഷണിയിലൂടെയാണ് കടന്നുപോകുന്നത്. കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമാണ്. അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് റോഡിലെ വെള്ളക്കെട്ട് തന്നെ പ്രതിഷേധവേദിയാക്കിയ യുവാക്കൾ വ്യത്യസ്ത സമരം സംഘടിപ്പിച്ചത്. വെള്ളക്കെട്ടിൽ കുളിച്ചും ചെറിയ വഞ്ചി ഇറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിക്കുന്നതായി അഭിനയിച്ചുമാണ് പ്രതിഷേധം നടന്നത്.
ഒരു കൊല്ലത്തോളമായിട്ട് ഏകദേശം ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ 6 മാസം മുമ്പ് ഇവിടുത്തെ പൊതുജനങ്ങൾ സമരം ചെയ്യുന്നത് ഇവിടെ പൊടിശല്യം മൂലമായിരുന്നു. ഇന്നും ഇതിനൊരു വ്യത്യാസമില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി പി കെ ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ മഴക്കാലത്ത് കുഴികൾ ഉണ്ടാവും. പക്ഷേ ഇത് മഴക്കാലത്തുണ്ടായ കുഴികളല്ല, വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരൻ്റെ അനാസ്ഥ മൂലം ഒരു കൊല്ലമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സമരങ്ങൾ നമ്മൾ ചെയ്ത് എന്നിട്ടും ഇന്നേ വരെ ഇതിനൊരു പരിഹാരം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഇതിലെ തന്നെ ഏകദേശം ഒരു 50-ൽ മേലെ സ്കൂൾ വണ്ടികളും അതുപോലെ വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും യാത്ര ചെയ്യുന്നത്. ഒരു റോഡിൻ്റെ അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മഴയത്ത് കുഴിയായ റോഡുകളല്ല ഒരിക്കലും. ഒരു കൊല്ലമായിട്ട് ഇതിനു വേണ്ടി ചോദിക്കാനോ പറയാനോ ഒരു ഭരണസമിതിയും വ്യക്തമായ നിലയിൽ മുന്നോട്ട് വന്നിട്ടില്ല. അതെന്നാണ് ഇവിടുത്തെ ഈ ഓൺലൈൻ ടെൻഡർ എന്നതിൻ്റെ പേരിലുള്ള ഒരു കുറവ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പ്രവാസിയായിട്ട് 2 മാസം ലീവിന് വന്നിട്ട് ഈ 2 മാസവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതം ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കാണുന്നു. ഇതുവരെയായിട്ട് ഇതിനൊരു പരിഹാരം ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ലീക്കേജ് തുടങ്ങിയിട്ട് പൈപ്പ് പൊട്ടിയിട്ട് ഏതാണ്ട് 2 ആഴ്ചയിൽ കൂടുതലായിട്ടുണ്ട്. അതിൻ്റെ വെള്ളമാണ് ഇപ്പോൾ മഴവെള്ളമല്ല അത് പൈപ്പ് പൊട്ടിയിട്ട് അതൊരു യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ല. നമ്മുടെ റോഡ് ഒരു വർഷത്തോളമായിട്ട് ഇത് പൊളിഞ്ഞുകാണ്ട് കിടക്കുന്നു. നിരന്തരം സമരങ്ങൾ ഇതൊക്കെ നടത്തിയിട്ടും യാതൊരു ഉത്തരവാദിത്തമായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും റോഡ് എന്തായാലും പണിയാൻ പറ്റില്ല മഴക്കാലങ്ങളിൽ. അത് പകരമായിട്ട് ഇവിടെ കടക്കാനായിട്ട് ഒരു കടത്ത് വെള്ളം അല്ലാണ്ട് ഒരു ജങ്കാർ സർവീസ് ആൾക്കാർക്ക് സൗകര്യമായിട്ട് പോരാ അവിടെ നിന്ന്. അതെന്തായാലും അത്യാവശ്യമായിട്ട് റോഡ് പണിയില്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്തോ നല്ല ഇടപെട്ടിട്ട് ഒരു കടത്ത് വെള്ളം ഇവിടെ നിന്ന് കടക്കാനായിട്ട് അതല്ലാണ്ട് ഒരു ജങ്കാർ സർവീസ് അത് നിർബന്ധമായിട്ട് ചെയ്തു തരണം ആവശ്യമുണ്ട്. കരാറുകാരൻ്റെയും വാട്ടർ അതോറിറ്റിയുടെയും ഗുരുതരമായ അനാസ്ഥയാണ് നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും അടിയന്തരമായി റോഡ് ഗതാഗത യോഗ്യമാക്കുകയും പൈപ്പ് ചോർച്ച പരിഹരിക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. PM നിജുമുദ്ദീൻ, TU അഹമ്മദ്, PM അസ്ലം, KK ഷക്കീർ, താഹിർ, KK ഷജീർ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ പശ്ചാത്തലത്തിൽ SN പുരം റൈഡേഴ്സും RMVHSS പെരിഞ്ഞനം NSS യൂണിറ്റും സംയുക്തമായി തൂഫാൻ ലഹരിവിരുദ്ധ സന്ദേശ റാലിയും ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. RMVHSS സ്കൂൾ പരിസരത്ത് നടന്ന പരിപാടി കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി KK ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ജയശ്രീ, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ, NSS പ്രോഗ്രാം ഓഫീസർ ഐശ്വര്യ, അധ്യാപിക ലിൻഡ, പ്രേംസി ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഷൂട്ടൌട്ട് മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങളും പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പെരിഞ്ഞനം സെൻട്രലിൽ നിന്ന് ആരംഭിച്ച ലഹരി വിരുദ്ധ റാലി സ്കൂൾ മൈതാനത്ത് സമാപിച്ചു. സൂരജ് സിപ്പി, അനു കാരണത്ത്, വിവേക് വിദുൻ, ശ്രീരാജ്, കൃഷ്ണപ്രിയ, സുധീഷ് ചാലുള്ളി എന്നിവർ നേതൃത്വം നൽകി. എടത്തിരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർക്കിടകം 1 മുതൽ 7 വരെ വൈകിട്ട് രാമായണ പാരായണവും ഔഷധക്കഞ്ഞി വിതരണവും നടക്കും. ജൂലൈ 18 രാവിലെ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന ബ്രഹ്മശ്രീ പത്മനാഭന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഭഗവത് സേവ, ആനയൂട്ട് എന്നിവയും നടത്തും. ഓഗസ്റ്റ് 15 രാവിലെ 9 ഇല്ലനിറയും ഉണ്ടായിരിക്കും. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ സന്തോഷ് മാരാത്ത്, സുജിത് പാറയിൽ, ശാലിഷ് കോമാത്ത്, സജീവ് കലാനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CPI മണലൂർ സെന്റർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ അനുമോദന സദസ്സും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി KD അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK കൃഷ്ണൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി ശശി, CPI ലോക്കൽ സെക്രട്ടറി സാജൻ മുടവങ്ങാട്ടിൽ, MP ബിനോജ്, വിദ്യാധരൻ, ബൈജു ചുള്ളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ ചില പണ്ട് കാലത്തൊക്കെ അങ്ങനെ പറയാം, ഈ കോമേഴ്സ് പഠിച്ചാൽ മതി, ബാങ്കിൽ ജോലി ചെയ്യാനുണ്ട്, ബാങ്ക് മാനേജരാകാനായിട്ട്. കുട്ടിക്ക് അത് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അവന് ചിലപ്പോൾ ടെക്നിക്കലായിട്ട് IT മേഖലയിലാവും, അല്ലേ, എഞ്ചിനീയർ ആവാനാവും താല്പര്യം. അപ്പോൾ ആ മേഖലയിൽ അവനെ പഠിപ്പിക്കണം.
ഇപ്പോൾ +2 കഴിഞ്ഞു, +2 കഴിഞ്ഞ് കുട്ടികൾക്കുള്ള അവരുടെ എയിം അതവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അവർ ആ രീതിയിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആവണമെന്നുള്ള ഒരു കുട്ടിക്ക് അച്ഛനമ്മ പറയുന്ന അവർ എഞ്ചിനീയർ ആവണ്ടെന്ന് പറയുമ്പോൾ അവരിഷ്ടമില്ലാത്തൊരു വിഷയത്തിൽ കൊണ്ട് ചേർത്തി തുടർ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ അവരിന് ഓട്ടോമാറ്റിക്കായിട്ട് ആ വിഷയത്തിൽ അത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അവരുടെ മനസ്സ് അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇട്ടുകൊടുത്ത് അവരെ അതിലേക്ക് പ്രാപ്തരാക്കി കൊണ്ടുവരാനായിട്ടാണ് അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ടത്. ശ്രീ സത്യസായി സേവാ സംഘടനയും ഒലീവ് സ്മാർട്ട് കെയറും സംയുക്തമായി കുട്ടികൾക്കായുള്ള ചിത്രരചനാ മത്സരവും സൗജന്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം സുമന ജോഷി ഉദ്ഘാടനം ചെയ്തു. സൈക്കോളജിസ്റ്റ് ഡോക്ടർ റിഷ റഷീദ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മുഹമ്മദ് ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ഒലീവ് ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർമാരായ IA അരൂപ്, ക്രിജിത്ത്, ശ്രീ സത്യസായി സേവാ സംഘടന തൃശൂർ ജില്ലാ കോർഡിനേറ്റർ KG അനിൽകുമാർ, ഡോക്ടർ നസ്രീൻ ഫാത്തിമ, ഡോക്ടർ ഹാഷിം, ദിനേശ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നമ്മൾക്കതൊരു സമാധാനമാണ് അല്ലേ? ഇന്ന് രോഗം വരുന്നതിനേക്കാൾ നമ്മൾ രോഗം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് തരണം ചെയ്യും എന്നുള്ളതാണ് ഓരോരുത്തരെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾക്ക് ചെറിയൊരു ഫീസൊന്നും പോരാ ഇന്നത്തെ രോഗങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ. അതിന് അനുസരണമായ ഹോസ്പിറ്റലുകൾ ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെയാണ് ഇന്ന് ഞാനിവിടെ വളരെ സന്തോഷത്തോടു കൂടി ഒലീവിൽ വന്ന് നിൽക്കുന്നത്. കാരണം മാസത്തിൽ 2 ഉദ്ഘാടനമെങ്കിലും ഞാനിപ്പോൾ ഒലീവിൻ്റെ ചെയ്യുന്നുണ്ട്. അതല്ലാതും ജനനന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇവർക്ക് വേണ്ടി അല്ല, അതിനേക്കാളുപരി ഇപ്പൊ ഇന്ന് ഇവിടെ നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 ആഴ്ചയിൽ കൂടുതലായി ഇതിന്റെ പിന്നാലെ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് നടക്കുന്നതായിട്ട് എന്നെ തന്നെ വിളിച്ചു പറഞ്ഞിട്ട് അതിനേക്കാളും കൂടുതലായി. ഡിവൈഎഫ്ഐ മണലൂർ ഹൈസ്കൂൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പഠനോത്സവം 2026 ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് MM മേഘന ഉദ്ഘാടനം ചെയ്തു. ദേവനന്ദ വിജയൻ അധ്യക്ഷത വഹിച്ചു. TB അഭിജിത്ത്, CPIM ലോക്കൽ സെക്രട്ടറി MK സദാനന്ദൻ, മേഖലാ സെക്രട്ടറി KA അജീഷ്, ട്രഷറർ അരുൺ ആനന്ദ്, ബ്രാഞ്ച് സെക്രട്ടറിമാരായ MT താജൻ, KR രവീന്ദ്രൻ, KG സന്തോഷ് കുമാർ, ആനന്ദൻ എടമിനി എന്നിവർ പങ്കെടുത്തു. KSKTU താന്യം തെക്ക് മേഖലാ സമ്മേളനം താന്യം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്നു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി KC രമേശ്, പ്രസിഡന്റ് MV മുകേഷ്, MP സഹദേവൻ, T ബൈജു എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് രതി സുരേന്ദ്രൻ, സെക്രട്ടറി ഷൈജു KS എന്നിവരെ തെരഞ്ഞെടുത്തു. ഒരുപക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ അപ്പാടെ നടപ്പിലാക്കാൻ കഴിയില്ല. എങ്കിൽ പോലും നമ്മൾ ജീവിക്കുന്ന ഈ മുതലാളിത്ത കാലഘട്ടത്തിൽ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയ്ക്കകത്ത് തൊഴിലാളി വർഗത്തെ, ദുർബല ജനവിഭാഗങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ബദൽ നടപടികളും നയങ്ങളും ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുക. ലീഡർ K കരുണാകരന്റെ ജന്മദിനാചരണം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ലീഡർ K കരുണാകരന്റെ 108ാം ജന്മദിന വാർഷികാചരണം മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VK സുശീലൻ ജന്മവാർഷിക ദിനാചരണ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവൻ, കോൺഗ്രസ് നേതാക്കളായ TC ജോസഫ്, സജീവൻ ഞാറ്റുവെട്ടി, മാധവൻ നായർ, ഗോപാലകൃഷ്ണൻ, ഗ്രീന പ്രേമൻ, നിസാർ കുമ്മകണ്ടത്ത്, ഉമ്മർ പഴുവിൽ എന്നിവർ സംസാരിച്ചു. ബിന്ദു ശരവണൻ, ലൂയിസ് താണിക്കൽ, പ്രമോദ് കണിമംഗലത്ത്, ഷിയാബ് താന്യം എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ തെക്കേ പെട്രോൾ പമ്പിന് വടക്കുവശം താമസിക്കുന്ന മരോട്ടിക്കൽ പരേതനായ പ്രഭാകരന്റെ മകൻ മുരളീധരൻ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സംസ്കാരകർമ്മം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സ്വവസതിയിൽ വെച്ച് നടക്കും.
ഭാര്യ സുനിത മുരളി, മകൾ അഭിരാമി, മകൻ ആദിത്യൻ, അമ്മ പത്മാക്ഷി, സഹോദരങ്ങൾ പ്രബിത് കുമാർ, ദിനേശ് കുമാർ, സഹോദരി ബീന രാജീവ്. പ്രധാന വാർത്തകൾ വീണ്ടും. നാട്ടിക MLA ഗീതാ ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് പെരിങ്ങോട്ടുകര മൂന്നുംകുടി സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. കാൽ നൂറ്റാണ്ടിന്റെ ആവേശം കൈവിടാതെ പെരിഞ്ഞനം RMVHS വോളിബോൾ ടീം. തൃശൂർ അതിരൂപതയ്ക്ക് നേരെ നടക്കുന്ന അവഹേളനങ്ങൾക്കെതിരെ പ്രതിഷേധം നടന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.